തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിൽ പ്രതിസന്ധി. ആവശ്യത്തിന് സാങ്കേതിക വിദഗ്ധർ ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 7 റേഡിയോഗ്രാഫർമാരെ ഡെപ്യൂട്ടേഷനിൽ വിട്ടതോടെ 24 മണിക്കൂർ സേവനമുള്ള റേഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റി. എക്സ്റേ, സ്കാനിംഗ് അടക്കമുള്ളവയ്ക്കായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. ജനം ബ്രേക്കിംഗ്. പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ ഓരോ വിഭാഗത്തിലേക്കും കടന്നു ചെന്നാൽ ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിപ്പോൾ റേഡിയോളജി വിഭാഗത്തിലെ കാര്യമാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വീണ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നിലവിലെ വിവാദങ്ങൾ പോലും കെട്ടടങ്ങാതെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമുള്ളത്. അതായത് പ്രതിസന്ധികൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രതിസന്ധികൾ ഈ മെഡിക്കൽ കോളേജിനെ കീഴടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്, പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അത് രോഗികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 41 ജീവനക്കാർ മാത്രമാണ് നിലവിലുള്ളത്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ 24 മണിക്കൂർ സേവനം നൽകുന്ന സംസ്ഥാനത്തെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് തിരുവനന്തപുരത്തുള്ളത്. ആ 74 മണിക്കൂർ സേവനം നൽകുമ്പോൾ നിലവിലെ ഉദ്യോഗസ്ഥർ, നിലവിലെ ടെക്നീഷ്യന്മാർ അത് പരിമിതമാണെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ 41 പേരിലാണ് 7 പേരെ ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിലും ഇടുക്കി മെഡിക്കൽ കോളേജിലുമായി 5ഉം 2ഉം എന്നിങ്ങനെ ടെക്നീഷ്യന്മാരെ ഡെപ്യൂട്ടേഷനിലേക്ക് വിട്ടു. ആ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഡെപ്യൂട്ടേഷനിലേക്ക് വിട്ടത്. എന്നാൽ ഇവരെ തിരിച്ചു വിളിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല. കോന്നി മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിലും പുതിയ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിയമനം നടത്തുവാനും തയ്യാറാകുന്നില്ല. ഇതോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത്. നിലവിൽ MRI സ്കാനിങ്, അതോടൊപ്പം തന്നെ CT സ്കാനിങ്, മാമോഗ്രാം തുടങ്ങിയ അതിനൂതന സംവിധാനങ്ങൾ അടക്കമുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇതുമായി ബന്ധപ്പെട്ട ഈ ടെക്നീഷ്യന്മാരടക്കം ആവശ്യമാകുന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ആവശ്യത്തിന് ഈ ജീവനക്കാരില്ലാത്തത് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. 41 ജീവനക്കാർ, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ആരംഭിച്ച കാലം തൊട്ട് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു നിലയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 70-ന് മുകളിലേക്ക് ജീവനക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സുഗമമായ രീതിയിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ കഴിയുള്ളൂ. കാരണം OP ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആയാലും ശരി, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, കാഷ്വാലിറ്റി, SAT തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി പരന്നു കിടക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇത്തരം വിഭാഗങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി എത്തുന്നത്, മണിക്കൂറുകളിലേക്ക് എത്തുന്നത്. ആ സാഹചര്യത്തിൽ ഇവരെ ഇത്തരം ആളുകൾ കൂട്ടമായി എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി സേവനം കൊടുക്കുവാൻ ഉള്ള ബുദ്ധിമുട്ടും പരിമിതിയുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു മനോവിഷമത്തിലാണ്. അതായത് മണിക്കൂറുകൾ ഈ ഇത്രയും സമയം കഷ്ടപ്പെടേണ്ട ഒരു ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിരന്തരം ഇത്തരത്തിൽ രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യം, രോഗികൾ വരുന്ന സാഹചര്യമൊക്കെ ഉള്ളതാണ്. അനിയന്ത്രിതമായിട്ടാണ് രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ മിക്ക കേസുകളിലും ഇത്തരത്തിൽ എക്സ്റേ യൂണിറ്റുമായി ബന്ധപ്പെട്ടും സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇവരെ കൊണ്ടുപോകാൻ, ഇത്രയും അധികം രോഗികൾ വരുമ്പോൾ അവരെ ആ കൃത്യസമയത്ത് നോക്കുവാനും കൃത്യസമയത്ത് എക്സ്റേ ആയാലും ശരി, സ്കാനിങ് ആയാലും ശരി നടത്തുന്നതിന് ഈ ഉദ്യോഗസ്ഥരില്ലാത്തത്, അതായത് ഈ ടെക്നീഷ്യന്മാരില്ലാത്തത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ നിർദ്ദേശം വേണമെന്നാണ്. അതായത് അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള, ആവശ്യത്തിന് ടെക്നീഷ്യനെ നിയമിക്കുവാനുമുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ ഡെപ്യൂട്ടേഷന് പോയ ഉദ്യോഗസ്ഥരെയെങ്കിലും തിരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കുവാനുള്ളൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട അധികൃതർ അത് തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനവും ഇതിനിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ടെക്നീഷ്യന്മാരില്ലാതായതോടുകൂടി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് രോഗികൾക്കുണ്ടാകുന്നത്. ഓരോ സ്കാനിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട
അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുന്നവർക്ക് പോലും ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടാക്കുന്നു. സ്കാനിംഗ് റിപ്പോർട്ടുകൾക്കടക്കം ലഭിക്കുന്നതിനൊക്കെ ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് റേഡിയേഷൻ അധികരണങ്ങളുള്ള ഒരു സംവിധാനമാണ്. ഈ റേഡിയേഷൻ അതിതീവ്രമായിട്ടുള്ള റേഡിയേഷൻ കിരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർ ആയതോടുകൂടി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും നേരിടുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു സേവനം നൽകുവാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കഴിയുന്നില്ല എന്നാണ് ഒരു പരാതിയായി ഉയരുകയും ചെയ്തത്. അടിയന്തരമായിട്ട് അധികൃതർ ഭാഗത്തു നിന്നും ഈ ശ്രദ്ധയുണ്ടാകണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം ഇപ്പോഴും നിലവിലും ദിവസങ്ങളോളം കാത്തുനിന്നെങ്കിൽ മാത്രമേ എക്സ്റേ ആയാലും ശരി, അല്ലെങ്കിൽ മറ്റ് സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങൾ അത് സ്കാനിങ് എടുക്കുവാൻ ഈ രോഗികൾക്ക് സാധിക്കുകയുള്ളൂ. ഒരു ടോക്കൺ ബുക്ക് ചെയ്ത് ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നു എന്നതൊക്കെ പരാതിയായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നൊരാവശ്യം പറയുന്നത്. മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രി വീണ ജോർജിൻ്റെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരമാണ് 7 പേരെ ഈ റേഡിയോളജി വിഭാഗത്തിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ 2 പേരെയും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ മന്ത്രി അടക്കം തയ്യാറാകുന്നില്ല എന്നതും പറയുകയും ചെയ്യുന്നു. കാരണം കോന്നി മെഡിക്കൽ കോളേജിൽ ഇതുവരെ പുതിയതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിൽ തുടങ്ങിയതിന് ശേഷം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ തയ്യാറാകുന്നില്ല. അതിന് പകരമാണ് ഈ ഡെപ്യൂട്ടേഷനിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഡെപ്യൂട്ടേഷനിൽ പിടിച്ചിരിക്കുന്നത്. ആ ഒരു ഡെപ്യൂട്ടേഷനിലേക്ക് ഉദ്യോഗസ്ഥർ കൂടി പോയതോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രതിസന്ധി കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാകുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന നിലയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അമിത ജോലിഭാരം മൂലം ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം, അതായത് ടെക്നീഷ്യന്മാരടക്കം ബുദ്ധിമുട്ടുന്ന സ്ഥിതി, അവർക്കും മാനസികമായിട്ടുള്ള സംഘർഷമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണമെന്നാണ് പറയാൻ കഴിയില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്യും. ദിനംപ്രതി 100 കണക്കിന് രോഗികളാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള വിവിധ വാർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളിലേക്കായി പരിമിതമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നിരന്തരം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ജോലി ചെയ്യുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായിട്ട് ഈ വിഷയത്തിലൊരു ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഒരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നത്. വീണ, ശരി പ്രശാന്ത്.